ഓർത്തഡോക്സ് പള്ളിയുടെ മദ്ബഹയിൽ പ്രകൃതിവിരുദ്ധ പീഡനം, ശുശ്രൂഷകൻ ജയിലിൽ. ഭയത്തോടും വിറയലോടും കൂടെ നാം സൂക്ഷിക്കണമെന്ന് വിറപ്പിച്ച് പാതിരി കുർബാന കളിക്കുന്ന വിശുദ്ധ മദ്ബഹയിൽ പ്രകൃതിവിരുദ്ധ പീഡനം. അതിവിശുദ്ധ സ്ഥലം എന്ന് പറഞ്ഞ് വിശ്വാസികളെ പറഞ്ഞു പറ്റിച്ച് പരിശുദ്ധാത്മാവിനെ പാതിരി കുർബാനമേൽ ആവസിപ്പിച്ചിറക്കുന്ന സ്ഥലമാണ് ഈ മദ്ബഹ. ആ മദ്ബഹയിലാണ് ശുശ്രൂഷകൻ തന്റെ പിതാക്കന്മാരുടെ പാത പിന്തുടർന്ന് ത്രോണോസിന്റെ മറവിൽ പ്രകൃതിവിരുദ്ധ കൂദാശ നടത്തിയത്. കുമ്പസാരപീഡനം നടത്തിയ പാതിരിമാരുള്ള ഓർത്തഡോക്സ് സഭയുടെ കൊല്ലം ഭദ്രാസനത്തിലെ കുണ്ട്രയ്ക്ക് സമീപമുള്ള ഇടവട്ടം സെയിന്റ് ജോർജ് ഓർത്തഡോക്സ് സിറിയൻ പള്ളിയുടെ മദ്ബഹയിലാണ് പ്രകൃതിവിരുദ്ധ പീഡനം നടന്നത്. സാംബർഗീസ് കല്ലുംപുറത്ത് എന്ന ഡിഗ്രി വിദ്യാർത്ഥിയായ മദ്ബഹയിലെ ശുശ്രൂഷകനാണ് സ്കൂൾ വിദ്യാർത്ഥിയായ മറ്റൊരു ശുശ്രൂഷകനെ മദ്ബഹയിൽ പ്രകൃതിവിരുദ്ധ പീഡനത്തിന് ഇരയാക്കിയത്. പലതവണ ഇത് ആവർത്തിച്ചപ്പോൾ കുട്ടി ഇത് സ്കൂളിൽ പറയുകയും സ്കൂൾ അധികൃതർ ഇത് ചൈൽഡ് ലൈൻ പ്രവർത്തകരെ വിവരമറിയിക്കുകയും ചെയ്യുകയായിരുന്നു. അങ്ങനെ ചൈൽഡ് ലൈൻ പ്രവർത്തകർ സ്കൂളിലെത്തി കുട്ടിയുടെ മൊഴിയെടുക്കുകയും അവർ പോലീസിൽ വിവരമറിയിക്കുകയും ആയിരുന്നു. തുടർന്ന് കുണ്ട്ര പോലീസ് സ്ഥലത്തെത്തി പീഡനം നടത്തിയ കല്ലുംപുറത്ത് സാംവർഗീസിനെതിരെ പോക്സോ കേസ് ചുമത്തി 1486/2024 ക്രൈം നമ്പറായി FIR രജിസ്റ്റർ ചെയ്യുകയും അറസ്റ്റ് ചെയ്ത് കൊല്ലം ജില്ലാ ജയിലിൽ റിമാൻഡിൽ വിടുകയും ചെയ്തു. ഇടവക്കാരനായ എബ്രഹാമിന് പറയുവാനുള്ളത് കേൾക്കുക. ഞാൻ കുണ്ട്രനെ വിളിക്കുക. ഞങ്ങളുടെ പള്ളിയിൽ മറുപാടിക്കാത്തൊരു പീഡനം നടന്നു. ശുശ്രൂഷകാര് തമ്മിൽ തന്നെ സ്വവർഗരരിയ. ഏത് പള്ളിയിലാ? കുണ്ട്ര ഇടവട്ടം സെന്റ് ജോർജ് ഓർത്തഡോക്സ് ചർച്ച്. ഇത് ആര് കണ്ടെന്നിട്ട്? ഇങ്ങനെ ഇത് ലീക്കായി കമ്മിറ്റിക്കാർ അറിഞ്ഞു. ഇതിപ്പോ സംഭവം നടന്നിട്ടൊരു 6 മാസത്തോളം ഇവര് മൂടി വെച്ചിരുന്നതാ. അപ്പോൾ ഇത് ആരോ ചൈൽഡ് വെൽഫെയറിലെങ്ങാണ്ട് ആരോ കംപ്ലൈന്റ് ചെയ്ത് ഇപ്പൊ പോലീസ് വന്ന് ഈ 2 പാർട്ടിയും പൊക്കി. ചെയ്തവൻ ഇന്നലെ ജയിലിൽ പോയി, മറ്റവനെ ഇന്നലെ ഇന്നൊക്കെ ആയിട്ടൂടെ കൊണ്ടുവന്ന് തെളിവൊക്കെ എടുപ്പ് നടത്തി പള്ളിയില്. ഇത് മറുഭാഗ്യത്താരെന്നാ പറഞ്ഞ ഇതുവരെ. എന്നിട്ട് ഇത് ഈ പൊരിയനെ അറിയാതിരിക്കാൻ വേണ്ടി അവര് മറച്ചു വെച്ചിരുന്നതാ. ഇത് പിന്നെ എങ്ങനെ കേസായി? ഇപ്പൊ ആരോ ഈ ചൈൽഡ് വെൽഫെയറിലെങ്ങാണ്ട് ആരോ ന്യൂസ് ചോർത്തി കൊടുത്തെന്നാ പറയുന്നത്. ഏത് സ്റ്റേഷനിലാ കേസ് രജിസ്റ്റർ ചെയ്തേക്കുന്നത്? കുണ്ട്ര പോലീസ് സ്റ്റേഷൻ. അവന്റെ പേരെന്തുവാ? സാമെന്നാണ് ഈ ചെയ്ത ചെറുക്കന്റെ പേര്. അവൻ ഡിഗ്രിക്ക് അങ്ങോട്ട് ഇപ്പൊ പഠിക്കുമായിരുന്നു. മറ്റേ ചെറുക്കൻ 10ാം ക്ലാസ്സിൽ പഠിക്കുക. പള്ളിക്കാർക്ക് എല്ലാം കൂടെ ഇന്നൊക്കെ അല്ലേ അറിഞ്ഞു വരുന്നത്. കുർബാന മധ്യയിൽ നാളെ അറിയിപ്പുകൾ വരുന്ന സമയത്ത് ഇതിനെ കുറിച്ച് സംസാരം നടക്കും. ഇവനിപ്പോഴും മദ്ബഹയെ ശുശ്രൂഷയ്ക്ക് കൂടുന്നുണ്ടോ? ഇത് അറിഞ്ഞുടനെ അവൻ രാജിവെച്ചിട്ട് പോയി. ഈ കമ്മിറ്റിക്കാർ ഇത് മുക്കി വെച്ചിരുന്നതായതുകൊണ്ട് മൗഭാഗ്യത്തെ നടന്നിട്ട് കൂതാശകളും നടത്താതെ പിന്നെയും കുർബാന നടത്തിയിട്ട് ഈ ആൾക്കാർക്കെല്ലാം ഭക്ഷിക്കാൻ കൊടുത്തില്ലേ. ഞങ്ങൾക്ക് 2 പള്ളിയുണ്ട്. 2 പള്ളിയുടെയും മൗഭാഗ്യത്തെ ഈ പരിപാടി നടന്നെന്നാണ് പറയുന്നത്. ഞങ്ങളുടെ ഒരു പഴയ പള്ളിയുണ്ട്. ഞങ്ങളുടെ ആദ്യത്തെ പള്ളി അത് നിലനിർത്തിക്കൊണ്ട് തന്നെ ഞങ്ങളിപ്പോ ശവക്കോട്ടയ്ക്ക് അടുത്ത ആ പള്ളി മരണം നടക്കുമ്പോൾ ബോഡിയൊക്കെ അവിടെ കൊണ്ടുവച്ച് പ്രാർത്ഥിച്ച് അടുത്ത് കല്ലറയിലോട്ട് അടക്കുന്നത്. ആ പള്ളിയില് മരിച്ചവർക്ക് വേണ്ടിയുള്ള കൂതാശയൊക്കെ അവിടെ വെച്ച് നടത്തുന്നത്. ഓർമ്മ കുർബാനകളൊക്കെ അവിടെ ആകുമ്പോ സൗകര്യ ഇച്ചിരി ഒഴിഞ്ഞ സ്ഥലം. അവിടെ ആരും അറിയത്തൊന്നുമില്ല. ഇപ്പൊ ഈ 2 പള്ളിയിലെയും ത്രോണോസിന്റെ മറവില് ഒരു സഹായിച്ചെന്നുള്ളതാണ്. ആ പള്ളിയുടെ പേരെന്താണ്? സെന്റ് ജോർജ് ഓർത്തഡോക്സ് ചർച്ച് ഇടവട്ടം. അവന്റെ വീട്ടുപേരെന്താ? സാമിന്റെ കല്ലുംപുറത്ത് വീട്. അങ്ങനെ അറിഞ്ഞത്? പീഡനം കിട്ടിയ ചെറുക്കനെ സ്കൂളിൽ ചെന്ന് മുന്നേ ഇവര് പൊക്കി, ചൈൽഡ് ലൈനുകാര്. അങ്ങനെ അവര് കൊണ്ടുപോയി എൻക്വയറി ഒക്കെ നടത്തിയിട്ട് തിരിച്ച് സ്കൂളിൽ കൊണ്ടുവന്ന് അപ്പൊ സ്കൂളുകാർ അച്ഛനെ വിളിച്ച് അങ്ങനെ പുറത്തു വന്ന. ഇപ്പൊ പലതവണ പള്ളിയുടെ മദ്ബഹയിൽ ഇത്തരം പണികൾ നടന്നിട്ടും വികാരിയോ പള്ളിക്കാരോ അറിഞ്ഞില്ല. കുട്ടിയുടെ മാതാവ് ഇടവക ഭരണസമിതിയെ അറിയിച്ചിട്ടും അവർ പോലീസിൽ വിവരമറിയിച്ചില്ല. അവർ സംഭവം ഇടവക വികാരിയായ അലക്സ് ജോണിനെ അറിയിക്കുകയായിരുന്നു. പക്ഷേ വികാരി ഇത് ആരോടും പറയാതെ ഒളിപ്പിച്ചു വെച്ചു. ഒടുക്കം കുട്ടി സഹികെട്ട് സ്കൂളിൽ പറഞ്ഞ് സ്കൂൾ അധികൃതർ ചൈൽഡ് ലൈനിൽ അറിയിച്ചാണ് പോലീസ് കേസെടുക്കുന്നത്. ഇനി ഇടവകയുടെ കൈക്കാരൻ മാത്യു ഉമ്മൻ പറയുന്നത് കേൾക്കുക. ചൈൽഡ് ലൈനിൽ നിന്നുള്ള വിവരം അറിഞ്ഞിട്ട് വിളിക്കുകയായിരുന്നേ. നമ്മുടെ പള്ളിയിലുള്ള മറ്റേ പയ്യനെ സാംവർഗീസ് കല്ലുംപുറത്തെ ജയിലിൽ വിട്ടിരുന്നല്ലോ, കൊല്ലം ജയിലില്. അന്നേരം അതുമായിട്ട് ബന്ധപ്പെട്ട വിശദ വിവരം അറിയാൻ വേണ്ടിയായിരുന്നു. വികാരിയാണോ? ഇത് എന്നായിരുന്നു ഈ സംഭവം? ഇത് പരാതിക്കാസ്പദമായ സംഭവം നടന്നത്? പരാതിക്കാസ്പദ സംഭവം നടന്നത് അത് അവർക്ക് അറിയാൻ വരാൻ പറ്റും. ഞങ്ങൾ അറിഞ്ഞത് ഓഗസ്റ്റ് 5-ാം തീയതി. ഓഗസ്റ്റ് 5-ന് അല്ലേ? 1486/2024 FIR ആയിട്ടാണ് നമ്മുടെ കുണ്ട്ര പോലീസ് സ്റ്റേഷനിലെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അന്നേരം അവര് പറയുന്നത് പള്ളിക്കാർ അറിഞ്ഞിട്ട് ഇത് ഒളിപ്പിച്ചു വെച്ചു എന്നുള്ളതാണ്. അന്നേരം ഇതൊരു പോക്സോ കേസ് ആകുമ്പോൾ ഇത് പള്ളിക്കാർ അറിഞ്ഞില്ലായിരുന്നു. ഇത് പള്ളിക്കാർ അറിഞ്ഞിട്ട് ഒളിപ്പിച്ചു വെച്ചല്ല. ഞങ്ങൾ അറിഞ്ഞിട്ട് വികാരിച്ചോണ്ട് പറഞ്ഞായിരുന്നു. പല കമ്മിറ്റികളും വികാരം ധരിപ്പിക്കുകയും വികാരിച്ചോണ്ട് അത് കൈകാര്യം ചെയ്യണമെന്ന് പറഞ്ഞു. വികാരി എന്നിട്ട് ഇത് പറയാനാണോ അന്നേരം? ഇത് വികാരി ഫാദർ അലക്സ് ജോൺ അല്ലേ? സത്യം പറഞ്ഞാൽ ഇത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇത് മറച്ചു വെച്ചതിന്റെ പോക്സോ കേസ് ആകുമ്പോഴേ
പള്ളി ഭാരവാഹികൾക്കും വികാരിക്കുമെതിരെ വരെ കേസ് വരാൻ സാധ്യതയുള്ള കേസായത്. ഇത് മദ്ബഹ നടന്നു പറയുമ്പോ എന്തൊരു ഇത് ആരാ കണ്ടത്? എങ്ങനെയാ ഇത് കണ്ടത്? ഇത് സാറേ ഞങ്ങൾ ഇത് കണ്ടിട്ടൊന്നുമില്ല. 5-ാം തീയതി ഈ കുട്ടിയുടെ അമ്മയാണ് വിവരങ്ങൾ പറഞ്ഞത്. 5-ാം തീയതി, ഓഗസ്റ്റ് മാസം 5-ാം തീയതി. അതിന് പ്രകാരം ഞങ്ങൾ വന്ന് അച്ഛനെ കണ്ട് സംസാരിച്ചു. അച്ഛനോട് പറഞ്ഞു. അങ്ങനെ അവര് കുട്ടിയെ സ്കൂളിൽ ചെന്നാണ് ഇത് കണ്ട് ഈ മൊഴിയെല്ലാം എടുക്കുന്നത്. ഇത് കുട്ടി ഇത് വെളിപ്പെടുത്തുകയായിരുന്നോ ചെയ്തത്? എങ്ങനെ ഇത് പുറത്തു വരുന്നത്? കുട്ടിയുടെ അമ്മ ഞങ്ങളോട് പറഞ്ഞു, ഇങ്ങനെ സങ്കടത്തോടെ കാര്യങ്ങൾ പറഞ്ഞു. ഞങ്ങളത് അച്ഛനെ ധരിപ്പിച്ചു. അച്ഛനത് കൈകാര്യം ചെയ്യാന്ന് പറഞ്ഞു. ഇതാ സംഭവിച്ചത്. ചൈൽഡ് ലൈനിൽ പിന്നെ ഇതെങ്ങനെ അറിഞ്ഞത്? കുട്ടി പക്ഷേ ഇത് അന്നേരം പോലും അറിയുന്നില്ലോ, പോലീസിൽ അറിയിക്കുന്നില്ലോ. കുട്ടി ചൈൽഡ് ലൈൻ പ്രവർത്തകരോട് പറയുമ്പോഴാണല്ലോ അവർ അറിയുന്നത്. ചൈൽഡ് ലൈൻ എങ്ങനെ അറിഞ്ഞൊന്നും അറിയത്തില്ല സാറേ. ആരാ പറഞ്ഞൊന്നും നമുക്കറിയത്തില്ല. ഈ ഭാരവാഹികൾക്കെതിരെ കേസ് വരും പറഞ്ഞ എങ്ങനെ? കാരണം ഇത് അറിഞ്ഞിട്ട് ഇത് ഇൻഫോം ചെയ്തില്ല. വികാരിയും ഇതും അറിഞ്ഞിട്ടും നേരത്തെ അറിഞ്ഞിട്ടും പെട്ടെന്ന് ഇത് പോലീസിൽ അറിയിച്ചില്ല. ചൈൽഡ് ലൈൻകാർ പറഞ്ഞ പരാതി അനുസരിച്ചിട്ടാണ് പോലീസ് ഇതറിഞ്ഞ്. ഓക്കെ, ഞങ്ങൾ അറിഞ്ഞ പേരും വികാരി ധരിപ്പിച്ചിട്ടുണ്ട്. വികാരി ഇത് കൈകാര്യം ചെയ്തോളാന്ന് പറഞ്ഞു. വികാരി അത് പറഞ്ഞില്ല. സഭയ്ക്ക് നാണക്കേടാവുന്ന കരുതിയായിരിക്കും പറയുന്നത്. അതിനിപ്പോ ഞങ്ങൾ എന്തായാലും വികാരി ധരിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഈ കാര്യങ്ങൾ. പലതവണ ഇത് ഇത്തരം സംഭവം ഉണ്ടായി മദ്ബഹയിൽ വെച്ചാണ് ചെയ്തതെന്നാണ് പറയുന്നത്. അന്നേരം അവിടെ കാണാനുള്ള സംവിധാനം ഒന്നുമില്ല. CCTV ഒന്നും, ക്യാമറ ഒന്നും ഇല്ല പള്ളിയില്? ഇല്ല, മദ്ബഹയിൽ ക്യാമറ ഒന്നും ഇല്ല. സാമർഗീസ് എന്ന ആള് ഇതിന്റെ ഇത് ചെയ്തത്. സാമർഗീസ് കല്ലുംപുറത്ത്. വേറെ പരാതികളും വന്നിട്ടില്ല. വേറെ ഏതെങ്കിലും പ്രസൂഷിക്ക് വിടുന്ന പിള്ളേർക്ക് ഇത്തരത്തിലുള്ള ദുരനുഭവം ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, അതിനെപ്പറ്റി അറിയില്ല സാർ. അമ്മ പറഞ്ഞപ്പോഴേ ഞങ്ങൾ അറിയുന്നത് തന്നെ. സാമർഗീസ് എന്തിനാ പഠിക്കുന്ന കുട്ടിയാ? ഡിഗ്രിക്ക് പഠിക്കുമോ? ഡിഗ്രിക്കോ? ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ സ്റ്റാഫ് ഇതാണ്. അവിടെ ഓഫീസ്. അവിടുന്ന് ഇൻഫർമേഷൻ എടുത്തിട്ടാ വിളിക്കുന്നത്? അവിടുന്ന് ഞങ്ങൾക്ക് ഇൻഫർമേഷൻ കിട്ടിയിരുന്നേ. ഓക്കെ, സ്റ്റേഷനിലാണോ വിളിക്കുന്നത്? ഞാൻ സ്റ്റേഷനിൽ വിളിച്ചിട്ടാ വിളിക്കുന്നത്. ഇവന് ഏത് കോളേജിലാ പഠിക്കുന്നത് ഈ സാമ്? കൊട്ടാരക്കര കോളേജിൽ. എന്തിനാ? ഇക്കോമാണെന്ന് തോന്നുന്നു, എനിക്ക് കറക്റ്റ് അറിയില്ല. ഇപ്പോൾ ജയിലില്ലേ? പുറത്ത് വന്നിട്ടില്ലല്ലോ. മെനിങ്ങാന്ന് പോലീസ് സറണ്ടറാന്ന് അറിഞ്ഞത്. കൊല്ലം ജില്ലയില്ല ഇപ്പം. എന്നോട് സംസാരിക്കുന്നത് ട്രസ്റ്റിയോ ആരാ? ട്രസ്റ്റി സംസാരിക്കുന്നത്. എന്റെ പേര് മാത്യു ഉമ്മൻ എന്നാണ്. മാത്യു ഉമ്മൻ, ട്രസ്റ്റി അല്ലേ? ഞാൻ സുനിൽ മാത്യു എന്ന് പറയുന്ന ആളാണ് ഞാൻ സംസാരിച്ചിരുന്നത്. ഓക്കെ, താങ്ക് യു. കുട്ടികളെ ദൈവത്തോട് അടുത്ത് നിൽക്കാൻ, സന്മാർഗപാഠം പഠിക്കാൻ പള്ളിയിൽ വിടുന്ന മാതാപിതാക്കളുടെ അവസ്ഥയാണിത്. ഓർത്തഡോക്സ് സഭയിലെ കാതോലിക്ക വാഴൂർ മത്തായിയോടും ചുവന്ന നൈറ്റിയിട്ട് നടക്കുന്ന മെത്രാന്മാരോടും വെള്ള നൈറ്റിയിട്ട് നടക്കുന്ന തൊപ്പി തൊഴിലാളികളോടുമാണ് പറയുവാനുള്ളത്. നിന്റെയൊക്കെ മാർഗം നിന്റെയൊക്കെ ശുശ്രൂഷകരും പിന്തുടരുന്നു. സ്വതോം ഗോമറുകളായ നീയൊക്കെ മദ്ബഹയിൽ ഈ പണി നടത്തുന്നത് കണ്ടിട്ടല്ലേ നിന്റെയൊക്കെ ശുശ്രൂഷകർ തന്നെ ഈ പണി മദ്ബഹയിൽ തന്നെ നടത്തുന്നത്? അവിടെ നിന്ന് നീയൊക്കെ വിളിക്കുമ്പോൾ ഇറങ്ങി വരുന്നതാണോ പരിശുദ്ധാത്മാവ്? ഓടുമലരുകളെ, ഇനി മുണ്ടവിശ്വാസികളോടാണ്. അളിഞ്ഞ നൈറ്റിയുമിട്ട് ഇവന്റെയൊക്കെ പറഞ്ഞ കുർബാന കാണുവാൻ കാലിന്മേൽ കാലും കയറ്റിയിരിക്കുന്നവനാണോ നമ്മുടെ കർത്താവ്? ഇവന്റെ മദ്ബഹ, ഇവനൊക്കെ കട്ടന് വിട്ട് നിന്ന് ഈ പണികൾ ചെയ്യുവാനുള്ള സ്ഥലമാണെന്ന് നിങ്ങൾ ഇനിയെങ്കിലും തിരിച്ചറിയുക. ഇവനൊക്കെ കുർബാന കളിക്കുമ്പോൾ വെളിയിൽ കയ്യും കൂപ്പി ആമേനടിച്ച് നിൽക്കുന്ന നിന്നെയൊക്കെ എന്ത് പേർ ചൊല്ലി വിളിക്കണം? നിന്റെയൊക്കെ തലയിൽ എന്ന് വെളിച്ചക്കേറും എൻ്റെ മുണ്ണക്കുഞ്ഞുങ്ങളെ. ആത്മീയ രംഗത്തെ ജീർണതകൾ അനാവരണം ചെയ്യുന്നതിനായി ഞങ്ങൾ പൂച്ചാണ്ടി കമ്മീഷൻ ഉണ്ടാക്കിയപ്പോൾ ലഭിച്ച ആദ്യ പ്രതികരണം തന്നെ ഏതായാലും ഈടുള്ളതായി. വരും ദിവസങ്ങളിൽ ഇതിലും വലിയ സംഭവങ്ങൾ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. അടുത്ത ആഴ്ചയും നിങ്ങൾ മധുവയുടെ മുന്നിൽ പോയി വായം പൊളിച്ച് നിൽക്കണം കേട്ടോ. മധുവയിൽ കർട്ടനുമിട്ട് പാട്ടും പാടി നിൽക്കുന്നത് ഓർക്കുമ്പോൾ ദൈവമേ, നീ എന്തൊക്കെ കാണണം. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.